ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് നാടുവിട്ട കോഴിക്കോട് സ്വദേശി വിഷ്ണുവിനെ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ലോൺ ആപ്പിന്റെയും ബ്ലേഡ് മാഫിയയുടെയും ഭീഷണിയെ തുടർന്നാണ് നാടുവിട്ടതെന്ന വിഷ്ണുവിന്റെ മൊഴി. ഉടുപ്പിയിൽ വെച്ച് ഫോൺ മോഷണം പോയെന്നും വഴിയിൽ കണ്ട മലയാളികൾ വെള്ളവും ഭക്ഷണവും നൽകിയെന്നുമാണ് മൊഴി. കാണാതായി 8 ദിവസങ്ങൾക്ക് ശേഷമാണ് വിഷ്ണു തിരിച്ചെത്തിയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, അങ്ങനെ 8 ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുവിനെ കണ്ടെത്തുന്നതെന്ന് പറയേണ്ടതല്ല, വിഷ്ണു തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ച് താൻ എവിടെയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ വിഷ്ണുവിനെ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വിഷ്ണുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്? ശ്രുതി, വലിയ ആശ്വാസമാണ് കുടുംബത്തെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി വിഷ്ണു എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുശേഷം വലിയ ആശങ്കകൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ പയ്യന്നൂരിൽ വെച്ച് വിഷ്ണു തന്നെ കുടുംബത്തെ ബന്ധപ്പെടുന്നത്. സഹോദരനെ വിളിച്ച് താൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എന്നറിയിക്കുകയായിരുന്നു. അതിൽ പിന്നാലെയാണ് സഹോദരനും അച്ഛനും ചേർന്ന് പയ്യന്നൂരിലെത്തി വിഷ്ണുവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിലാണ് വിഷ്ണു ഉള്ളത്. അവിടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ചില കാര്യങ്ങൾ മൊഴിയായി തന്നെ പോലീസിന് വിഷ്ണു നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം കാരണം തന്നെയാണ് താൻ ഇവിടെ നിന്ന് മാറി നിന്നത് എന്നുള്ളതാണ്. ബ്ലേഡ് മാഫിയയുടെയും ലോൺ ആപ്പ് സംഘത്തിന്റെയും വലിയ ഭീഷണി തനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്നും താൻ മാറി നിന്നത്. അതിനുശേഷം പലയിടങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു. അവിടെ ഉടുപ്പിയിൽ വെച്ച് തന്റെ മൊബൈൽ ഫോൺ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ചില മലയാളികളൊക്കെ ചേർന്നാണ് തനിക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസിനോട് വിഷ്ണു ഏതായാലും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വലിയ ഭീഷണി വിഷ്ണുവിന് ഈ ലോൺ ആപ്പിൽ നിന്ന് അതിന്റെ ആളുകളിൽ നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഒരു പണം ഈ ലോൺ ആപ്പിൽ നിന്ന് വിഷ്ണു എടുക്കുന്നു. അതിനുശേഷം നിരന്തരമായ ഭീഷണി, സമ്മർദ്ദമൊക്കെ വിഷ്ണുവിനുണ്ടാകുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഏതായാലും അത് സഹിക്കാൻ കഴിയാതെ, ആ ഒരു സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ തന്നെയാണ് ഏതായാലും വിഷ്ണു ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത്. ബന്ധുക്കളൊക്കെ തന്നെ അച്ഛനും അമ്മാവനും സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഏതായാലും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അമ്മാവനാണല്ലേ, വലിയ ആശ്വാസമായിട്ടുണ്ടാവും? വളരെ ആശ്വാസം. ഇത്രയും നാൾ കഴിഞ്ഞ ഒരാഴ്ച ഏതാണ്ട് കാണാതായി. വളരെ ടെൻഷനിലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ വിഷ്ണു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ക്ഷീണിതനാണോ? എങ്ങനെയാണ് ഒരു ആരോഗ്യമൊക്കെ? ആരത്? വിഷ്ണു കണ്ടിട്ടില്ല. നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ വരുമ്പോഴേക്ക് പിന്നെ റൂമിലായി. അങ്ങനെ തന്നെയാണ്. ഏതായാലും അമ്മാവനാണ് നമ്മളുമായി സംസാരിച്ചത്. അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരനുമായി സംസാരിക്കുമ്പോൾ സഹോദരൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. വിഷ്ണു ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ ഈ പണം എടുത്തതിന് പിന്നാലെ വലിയ ഭീഷണി ഈ ലോൺ ആപ്പിൽ നിന്ന് നേരിടുന്നു എന്നുള്ളതാണ് വിഷ്ണു കുടുംബവുമായി ബന്ധപ്പെട്ട ഈ വാട്സാപ്പ് ചാറ്റുകളിലൊക്കെ വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ശ്രുതി. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒടുവിൽ ആശ്വാസമായ കുടുംബത്തിന് എന്നുള്ളതാണ്. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയെ തുടർന്നാണ് നാടുവിട്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഫോൺ നഷ്ടപ്പെട്ടു, അതാണ് ബന്ധപ്പെടാൻ കഴിയാതിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പയ്യന്നൂർ സ്റ്റേഷനിൽ വെച്ചാണ് വിഷ്ണു വീട്ടുകാരെ ബന്ധപ്പെടുകയും ഇപ്പോൾ വീട്ടിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യുന്നത്.